ക്രിസ്തുവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുറച്ചു വർഷങ്ങൾക്കു മുമ്പ് ഒരു യുവ ഹിന്ദു സഹോദരൻ എന്നോടൊരു ചോദ്യം ചോദിച്ചു. ഇന്നും ഞാൻ അത് മറന്നിട്ടില്ല. അവൻ ചോദിച്ചു, അച്ഛാ, യഹൂദന്മാർ കോഷർ ഭക്ഷണ നിയമങ്ങൾ പാലിക്കുന്നു, മുസ്ലിങ്ങൾ ഹലാൽ നിയമങ്ങൾ പാലിക്കുന്നു, ക്രൈസ്തവർക്കും പഴയ നിയമമുണ്ട്. പിന്നെ ക്രൈസ്തവർ മോശയുടെ എല്ലാ നിയമങ്ങളും പാലിക്കാത്തത് എന്തുകൊണ്ടാണ്? അത് വളരെ ആത്മാർത്ഥമായ ഒരു ചോദ്യമായിരുന്നു. നമ്മിൽ പലരും ഒരിക്കലെങ്കിലും മനസ്സിൽ ചോദിച്ചിട്ടുള്ള ചോദ്യവുമാണ്. യേശു തന്നെ ഞാൻ നിയമത്തെ ഇല്ലാതാക്കുവാൻ വന്നതല്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാം എന്തുകൊണ്ട് തോറായിലെ എല്ലാ കൽപ്പനകളും പാലിക്കുന്നില്ല? എന്തുകൊണ്ട് നാം പന്നിയിറച്ചി കഴിക്കുന്നു? എന്തുകൊണ്ട് യഹൂദരുടെ ശബ്ബത്ത് ദിനത്തിനു പകരം ഞായറാഴ്ച കർത്താവിന്റെ ദിനമായി ആചരിക്കുന്നു? എന്തുകൊണ്ട് ഇസ്രായേലിന് നൽകിയിരുന്ന 613 കൽപ്പനകളും നാം പാലിക്കുന്നില്ല? ഈ ചോദ്യം ഇന്നത്തെ സുവിശേഷത്തിന്റെ ഹൃദയത്തിലേക്കാണ് നമ്മെ നയിക്കുന്നത്. യേശു പറയുന്നു, ഞാൻ നിയമത്തെയോ പ്രവാചകന്മാരെയോ ഇല്ലാതാക്കുവാൻ വന്നതാണെന്ന് വിചാരിക്കരുത്. ഇല്ലാതാക്കുവാനല്ല, പൂർത്തിയാക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിയമം ഒരിക്കലും പ്രശ്നമായിരുന്നില്ല, പ്രശ്നം മനുഷ്യഹൃദയമായിരുന്നു. ദൈവം തന്റെ കൽപ്പനകൾ സ്നേഹത്തോടെയാണ് നൽകിയത്. അവ മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന ചങ്ങലകളല്ല, ജീവിതപാത പ്രകാശിപ്പിക്കുന്ന ദീപങ്ങളായിരുന്നു. ദൈവത്തിന്റെ കൽപ്പനകൾ ഇല്ലെങ്കിൽ സത്യം വിലപേശലിന്റെ വിഷയമാകുന്നു, മനുഷ്യജീവിതത്തിന്റെ മഹത്വം നഷ്ടപ്പെടുന്നു, കുടുംബങ്ങൾ തകരുന്നു, ത്യാഗത്തിന്റെ സ്ഥാനത്ത് സ്വാർത്ഥത കടന്നുവരുന്നു. മക്കൾ എങ്ങനെ ജീവിക്കണമെന്ന് പഠിപ്പിക്കാനുള്ള ദൈവത്തിന്റെ സ്നേഹപൂർവമായ മാർഗമായിരുന്നു ആ കൽപ്പനകൾ. എന്നാൽ യേശു പറയുന്നു, ഞാൻ നിയമത്തെ പൂർത്തിയാക്കുവാനാണ് വന്നിരിക്കുന്നത്. അതിന്റെ അർത്ഥമെന്താണ്? ഒരു വിശാലമായ നാട്ടിൻപുറത്തിലൂടെ നീണ്ടുകിടക്കുന്ന ഒരു റോഡ് സങ്കൽപ്പിക്കുക. ആ റോഡ് നല്ലതാണ്, ആവശ്യമാണ്. പക്ഷേ റോഡ് തന്നെയല്ല ലക്ഷ്യം. യാത്രക്കാരെ ലക്ഷ്യസ്ഥാനത്തെത്തിക്കാനാണ് അതിന്റെ ഉദ്ദേശ്യം. നിയമവും അങ്ങനെയൊരു വഴിയായിരുന്നു. പ്രവാചകന്മാരും അങ്ങനെയൊരു വഴിയായിരുന്നു. യാഗങ്ങളും ഉടമ്പടികളും എല്ലാം ഒരാളിലേക്ക് നയിച്ചിരുന്നു. ആ വ്യക്തി യേശുക്രിസ്തുവാണ്. പെസഹ കുഞ്ഞാട് ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടി. ദേവാലയം ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടി. യാഗങ്ങൾ ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടി. മോശയും പ്രവാചകന്മാരും ക്രിസ്തുവിലേക്ക് വിരൽ ചൂണ്ടി. രക്ഷയുടെ മുഴുവൻ ചരിത്രവും അവിടുത്തെ ജീവിതത്തിൽ അതിന്റെ പൂർണ്ണത കണ്ടെത്തുന്നു. കുരിശിലെ യേശുവിന്റെ ബലി പഴയ നിയമത്തിലെ എല്ലാ യാഗങ്ങളുടെയും പൂർത്തീകരണമായിരുന്നു. ഉത്ഥാനത്തിലൂടെ അവിടുന്ന് പ്രവാചകന്മാർ വാഗ്ദാനം ചെയ്ത പുതിയതും നിത്യവുമായ ഉടമ്പടി സ്ഥാപിച്ചു. നിയമം സൂചിപ്പിച്ചിരുന്നത് ക്രിസ്തു നിറവേറ്റി. നിയമം വെളിപ്പെടുത്തിയിരുന്നത് ക്രിസ്തു സുഖപ്പെടുത്തി. നിയമം കൽപ്പിച്ചതെല്ലാം പരിശുദ്ധാത്മാവിലൂടെ ഇന്ന് അവിടുന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ എഴുതുന്നു. യേശു ദൈവത്തിന്റെ പദ്ധതിയെ അവസാനിപ്പിക്കാനല്ല, പൂർണ്ണമാക്കാനാണ് വന്നത്. എന്നാൽ അതിനുശേഷം യേശു ഞെട്ടിക്കുന്ന ഒരു വാക്ക് പറയുന്നു. നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും ഫരിസേയരുടെയും നീതിയേക്കാൾ ശ്രേഷ്ഠമല്ലെങ്കിൽ നിങ്ങൾ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ഫരിസേയർ മതകാര്യങ്ങളിൽ വലിയ പണ്ഡിതന്മാരായിരുന്നു. അവർ പ്രാർത്ഥിച്ചു, ഉപവസിച്ചു, തിരുവെഴുത്തുകൾ പഠിച്ചു, മതനിയമങ്ങൾ കൃത്യമായി പാലിച്ചു. എന്നിട്ടും യേശു പറയുന്നു, അതിനേക്കാൾ ആഴമുള്ള ഒന്നാണ് ദൈവം ആവശ്യപ്പെടുന്നത്. കാരണം വിശുദ്ധി എന്നത് പുറമേയുള്ള അനുസരണം മാത്രമല്ല. ഒരു മനുഷ്യൻ എല്ലാ നിയമങ്ങളും പാലിച്ചേക്കാം, എന്നാൽ അവന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകലെയായിരിക്കാം. അവൻ മതഭക്തനായി തോന്നിയേക്കാം, എന്നാൽ ഹൃദയത്തിൽ കോപവും അസൂയും അഹങ്കാരവും പകയും ക്ഷമയില്ലായ്മയും നിറഞ്ഞിരിക്കാം. യേശു പുറമേയുള്ള അനുസരണത്തിൽ തൃപ്തനല്ല, അവിടുന്ന് ആന്തരിക പരിവർത്തനമാണ് ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ ഹൃദയമാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത്. നിയമം ശരി എന്തെന്ന് കാണിച്ചുതരും. നിയമം നമ്മുടെ കുറവുകൾ വെളിപ്പെടുത്തും. നിയമം നമ്മുടെ പാപങ്ങളെ കാണിച്ചുതരും. പക്ഷേ നിയമത്തിന് നമ്മെ സുഖപ്പെടുത്താൻ കഴിയില്ല. ഒരു കണ്ണാടി മുഖത്തെ അഴുക്ക് കാണിച്ചുതരും, പക്ഷേ അതിനെ കഴുകിക്കളയാൻ കണ്ണാടിക്ക് കഴിയില്ല. അത് ചെയ്യാൻ കഴിയുന്നത് ക്രിസ്തുവിനു മാത്രമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷം നമ്മുടെ കാലഘട്ടത്തോടും സംസാരിക്കുന്നു. നാം നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നു. നമ്മുടെ രാജ്യത്തിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്കൂളുകളിലൂടെയും ആശുപത്രികളിലൂടെയും അനാഥാലയങ്ങളിലൂടെയും അനേകം സേവന പ്രവർത്തനങ്ങളിലൂടെയും സമൂഹത്തെ സേവിക്കുന്നു. എന്നാൽ വിശ്വാസികളെന്ന നിലയിൽ നമ്മെ ബാധിക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളെ അവഗണിക്കാൻ നമുക്ക് കഴിയില്ല. ഇന്ന് പല ക്രൈസ്തവരും വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നു. മതപരിവർത്തന വിരുദ്ധ നിയമങ്ങൾ പലരിലും ഭയവും അനിശ്ചിതത്വവും സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രാർത്ഥനാ യോഗങ്ങൾ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്. ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. സേവന പ്രവർത്തനങ്ങൾ നിയന്ത്രണങ്ങൾ നേരിട്ടിട്ടുണ്ട്. ചിലപ്പോൾ സ്വന്തം വിശ്വാസം ജീവിക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് പോലും സംശയത്തിന് കാരണമാകുന്നു. ഇവ വേദനാജനകമായ യാഥാർത്ഥ്യങ്ങളാണ്.
ഇവയെക്കുറിച്ച് പറയാൻ നാം ഭയപ്പെടേണ്ടതില്ല. മൗനം എല്ലായ്പ്പോഴും ഒരു പുണ്യമല്ല. പ്രവാചകന്മാർ മൗനം പാലിച്ചില്ല. സ്നാപക യോഹന്നാൻ മൗനം പാലിച്ചില്ല. സത്യം അപകടത്തിലായപ്പോൾ യേശുവും മൗനം പാലിച്ചില്ല. എന്നാൽ അവർ ഒരിക്കലും അവരുടെ ഹൃദയത്തിൽ കയ്പിന് ഇടം കൊടുത്തില്ല. അതാണ് നമ്മുടെ വെല്ലുവിളി. പ്രതിസന്ധികളെ അതിജീവിക്കുക മാത്രമല്ല നമ്മുടെ ദൗത്യം. പ്രതിസന്ധികളിൽ പോലും യഥാർത്ഥ ക്രൈസ്തവരായി നിലകൊള്ളുക എന്നതാണ് നമ്മുടെ വിളി. മറ്റുള്ളവർ ശത്രുത കാണിക്കുമ്പോഴും സ്നേഹത്തോടെ ജീവിക്കുക. അസത്യങ്ങൾ പ്രചരിക്കുമ്പോഴും സത്യത്തിൽ ഉറച്ചു നിൽക്കുക. ഭയം വിതയ്ക്കപ്പെടുമ്പോഴും പ്രത്യാശ കൈവിടാതിരിക്കുക. ശിഷ്യത്വം വില ചോദിക്കുമ്പോഴും വിശ്വസ്തരായി തുടരുക. അതുകൊണ്ടാണ് യേശു പറയുന്നത്, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്റെ കൽപ്പനകൾ പാലിക്കും. അവിടുന്ന് പറയുന്നില്ല, ഈ നിങ്ങൾ എന്നെ ഭയപ്പെടുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഈ നിങ്ങൾ അധികാരം ആഗ്രഹിക്കുന്നുവെങ്കിൽ. അവിടുന്ന് പറയുന്നത്, ഈ നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എന്നാണ്. സ്നേഹം എല്ലാം മാറ്റിമറിക്കുന്നു. സ്നേഹമുള്ളിടത്ത് അനുസരണം ഭാരമാകുന്നില്ല. സ്നേഹമുള്ളിടത്ത് ത്യാഗം അർത്ഥപൂർണമാകുന്നു. സ്നേഹമുള്ളിടത്ത് ക്ഷമയും ധൈര്യവും സാധ്യമാകുന്നു. ഫരിസേയർ കരുതിയത് നിയമങ്ങൾ നന്നായി പാലിക്കുന്നതാണ് നീതി എന്നായിരുന്നു. എന്നാൽ യേശു കൂടുതൽ ആഴമുള്ള ഒരു സത്യം വെളിപ്പെടുത്തുന്നു. യഥാർത്ഥ നീതി പ്രവർത്തിക്കുന്ന സ്നേഹമാണ്. പ്രതിഫലം പ്രതീക്ഷിക്കാത്ത സ്നേഹം, കണക്ക് നോക്കാത്ത സ്നേഹം, വിദ്വേഷത്തിന് കീഴടങ്ങാത്ത സ്നേഹം. അവസാനം യേശു എല്ലാ കൽപ്പനകളെയും ഒരു കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരുന്നു. ദൈവത്തെ സ്നേഹിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക. ബാക്കിയുള്ളതെല്ലാം അതിൽ നിന്നാണ് ഒഴുകുന്നത്. കൊല്ലരുത്, അയൽക്കാരനെ സ്നേഹിക്കുക. മോഷ്ടിക്കരുത്, അയൽക്കാരനെ സ്നേഹിക്കുക. കള്ളം പറയരുത്, അയൽക്കാരനെ സ്നേഹിക്കുക. നിന്നെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുക, അയൽക്കാരനെ സ്നേഹിക്കുക. കൽപ്പനകൾ എന്നത് ദൃശ്യമായ സ്നേഹമാണ്. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നമുക്ക് കൽപ്പനകൾ അറിയാമോ എന്നതല്ല, നാം അവ പാലിക്കുന്നത് എന്തിനുവേണ്ടിയാണ്? ഭയം കൊണ്ടോ? പ്രതിഫലം കൊണ്ടോ? മാനമറിവ് കൊണ്ടോ? അല്ലെങ്കിൽ യേശുക്രിസ്തുവിന്റെ സ്നേഹം അനുഭവിച്ചതുകൊണ്ടോ? വിശുദ്ധർ വിശുദ്ധരായത് മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിയമങ്ങൾ അറിഞ്ഞതുകൊണ്ടല്ല, മറ്റുള്ളവരെക്കാൾ കൂടുതൽ സ്നേഹിച്ചതുകൊണ്ടാണ്. ചിലർ സമാധാനത്തിന്റെ കാലത്ത് ജീവിച്ചു, ചിലർ പീഡനത്തിന്റെ കാലത്ത് ജീവിച്ചു. എന്നാൽ എല്ലാവരെയും നയിച്ച ഒരേയൊരു നിയമം ഉണ്ടായിരുന്നു, സ്നേഹത്തിന്റെ നിയമം. ഇന്ന് ഈ ബലിപീഠത്തോടെടുക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നിന്റെ നിയമം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതണമേ. ഞങ്ങളുടെ ഭയത്തെ വിശ്വാസമാക്കി മാറ്റണമേ. ഞങ്ങളുടെ കോപത്തെ കരുണയാക്കി മാറ്റണമേ. ഞങ്ങളുടെ നിരാശയെ പ്രത്യാശയാക്കി മാറ്റണമേ. ഞങ്ങളുടെ അനുസരണത്തെ സ്നേഹമാക്കി മാറ്റണമേ. കാരണം അവസാനം മുഴുവൻ നിയമവും, മുഴുവൻ സുവിശേഷവും, മുഴുവൻ ക്രൈസ്തവ ജീവിതവും ഒറ്റ വാക്കിൽ സംഗ്രഹിക്കാം: സ്നേഹം. കാരണം സ്നേഹം നിയമത്തിന്റെ അവസാനമല്ല, സ്നേഹമാണ് നിയമത്തിന്റെ പൂർണ്ണത. ആമേൻ.